ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംപ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. എല്ലാവർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണായ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം പ്രഥമ മന്ത്ര ച ഷഷ്ടമന്ത്ര. 1 മുതൽ 6 വരെയുള്ള മന്ത്രം നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. അധഃ ഏനം ജാരത്കാരവ ആർത്തഭാഗഃ പപ്രച്ഛ യാജ്ഞവൽക്യ ഇതി ഹോവാച കദിഗ്രഹാഃ കദി അധിഗ്രഹാഃ ഇതി അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അധിഗ്രഹാഃ ഇതി ഏതേ അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അധിഗ്രഹാഃ കഥമേത ഇതി. പ്രാണോ വൈ ഗ്രഹഃ സഹ അപാനേന അധിഗ്രാഹേണ ഗൃഹീതഃ അപാനേന ഹി ഗന്ധാൻ ജിഘ്രതി. വാക് വൈ ഗ്രഹഃ സഹ നാമ്നാ അധിഗ്രാഹേണ ഗൃഹീതഃ വാചാ ഹി നാമാനി അഭിവദതി. ജിഹ്വാ വൈ ഗ്രഹഃ സഹ രസേന അധിഗ്രാഹേണ ഗൃഹീതഃ ജിഹ്വയാ ഹി രസാൻ വിജാനാതി. ചക്ഷുർവൈ ഗ്രഹഃ സഹ രൂപേണ അധിഗ്രാഹേണ ഗൃഹീതഃ ചക്ഷുഷാ ഹി രൂപാണി പശ്യതി. ശ്രോത്രം വൈ ഗ്രഹഃ സഹ ശബ്ദേന അധിഗ്രാഹേണ ഗൃഹീതഃ ശ്രോത്രേണ ഹി ശബ്ദാൻ ശൃണോതി. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ആർത്തഭാഗ ബ്രാഹ്മണം നമുക്ക് തുടരാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ആർത്തഭാഗൻ എന്ന വക്താവ് ചോദ്യകർത്താവ് ദ്വിതീയ ബ്രാഹ്മണത്തിൽ യാജ്ഞവൽക്യ മഹർഷിയോടായി ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ ദ്വിതീയ ബ്രാഹ്മണം ആരംഭിച്ചപ്പോൾ കണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഥമ ചോദ്യം ഏതെല്ലാമാണ് പ്രധാനമായ ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളാൽ സ്വീകരിക്കുന്ന ബാഹ്യ വിഷയങ്ങൾ ഏതെല്ലാം. ഇപ്പോൾ ഒരു ഇന്ദ്രിയത്തിന് ഒരു വിഷയത്തിനെ സ്വീകരിക്കാനേ സാധിക്കുകയുള്ളൂ, അല്ലേ? കണ്ണിന് കാണാനേ സാധിക്കുകയുള്ളൂ. കണ്ണുകൊണ്ട് നമുക്ക് കേൾക്കാനോ മണക്കാനോ രുചിക്കാനോ സാധിക്കില്ല. അപ്പം ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ വിഷയങ്ങളെയാണ് സ്വീകരിക്കുക. അതിനുള്ള കഴിവാണ് ഇന്ദ്രിയങ്ങൾക്കുള്ളത്. അപ്പം ആ ഇന്ദ്രിയങ്ങൾ ഏതെല്ലാം, ഇന്ദ്രിയങ്ങൾ പുറമേയുള്ള ഏത് വിഷയങ്ങളെയാണ് സ്വീകരിക്കുന്നത് എന്നായിരുന്നു ആർത്തഭാഗൻ്റെ ചോദ്യം. യാജ്ഞവൽക്യ മഹർഷി അതിന് മറുപടി പറയുന്നത് നമ്മൾ കണ്ടു. പ്രധാനമായിട്ടുള്ള ഇന്ദ്രിയങ്ങളെ പറയുന്നു അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അധിഗ്രഹാഃ. അത് ഒന്നാമത് നമ്മൾ കണ്ടു. ദ്വിതീയ മന്ത്രത്തിൽ ഘ്രാണേന്ദ്രിയം, അതിൻ്റെ ഗുണം എന്താണ്? പഞ്ചപ്രാണനിൽ ദ്വിതീയ പ്രാണനായ അപാനൻ്റെ സഹായത്തോടുകൂടി വിവിധങ്ങളായ ഗന്ധങ്ങളെ അത് ഗ്രഹിക്കുന്നു, സ്വീകരിക്കുന്നു, അതിന് സഹായിക്കുന്നു. നിങ്ങൾ ആ ടേബിൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് അല്ലെ അതിനോടൊപ്പം പെൻസിൽ കൊണ്ടോ എങ്ങനെയാലും എഴുതിക്കോളൂ. അതിൻ്റെ അടിസ്ഥാന ദേവത അശ്വിനി കുമാരന്മാരാണ്.
അതായത് നമ്മൾക്ക് ഈ മണക്കാൻ സാധിക്കുന്നത് അപാനൻ എന്ന വായുവിൻ്റെ സഹായമുണ്ട്. പിന്നെ ആരാണ്? അശ്വിനി ദേവൻ. തത്വബോധം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ പഠിച്ചതായതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല, എങ്കിലും ഓർമ്മിപ്പിക്കുകയാണ്. മന്ത്രം 3 വാഗേന്ദ്രിയം അല്ലേ? വാഗേന്ദ്രിയത്തിന് എന്താണ്? ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ. അത് അഗ്നിദേവതയുടെ സഹായം കൊണ്ടാണ്. അഗ്നിദേവത ഒരുപാട് ധർമ്മങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ സംസാരിക്കാനുള്ള കഴിവ്, പിന്നെ നമ്മുടെ ശരീരത്തെ താപനില നിലനിർത്തുന്നത് അഗ്നിദേവതയുടെ സഹായം കൊണ്ടാണ്. നമ്മൾക്ക് എങ്ങനെ ഈ റൂം ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തെ അത് ഉഷ്ണം അല്ലേ, അത് സഹായിക്കുന്നത് അഗ്നിദേവതയാണ്. പിന്നെ അഗ്നിദേവത ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന മറ്റൊരു ധർമ്മം എന്താ? ജഠരാഗ്നി അല്ലേ? വയറ്റിൽ നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ, അത് ഖരമോ ദ്രവ്യമോ ആയ ഏത് ആഹാര പദാർത്ഥങ്ങളെയും വയറ്റിലിട്ട് അതിനെ ദഹിപ്പിക്കുന്ന ആമാശയത്തിൽ അല്ലേ, ആരാ അത് ചെയ്യുന്ന? അതിന് സഹായിക്കുന്നത് അഗ്നിദേവത അല്ല. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഭാഗ്യം നമ്മൾ തൈത്തിരീയ ഉപനിഷത്തിലും പഠിച്ചാണ്. വാചോ വൈ അഗ്നിഹി അല്ലേ? വാക്കിൻ്റെ അടിസ്ഥാന ദേവത അഗ്നിയാകുന്നു. പുരാണങ്ങളിലേക്ക് വരുമ്പോൾ അത് സരസ്വതി മാതാവായിട്ട് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ വേദത്തിൽ വാക്കിൻ്റെ അടിസ്ഥാന ദേവത ആരാണ്? അഗ്നിയാണ് അല്ലേ? കാരണം അഗ്നി ദേവതകൾക്കാണ് പ്രാധാന്യമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ. പിന്നെ നമ്മൾ 4ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു രസനേന്ദ്രിയം. രസനേന്ദ്രിയം നമ്മുടെ നാവ് എപ്പോഴും വെറ്റാണല്ലേ, എപ്പോഴും അതിനോടൊപ്പം വെള്ളമുണ്ട്. അപ്പോൾ ആരായിരിക്കും? വരുണദേവൻ അല്ലേ. വരുണദേവനാണ് നമ്മുടെ നാവിൻ്റെ അടിസ്ഥാന ദേവതയായിട്ടുള്ളത്. അപ്പോൾ ആ വരുണദേവൻ്റെ സഹായം കൊണ്ടാണ് നമ്മൾക്ക് വിവിധങ്ങളായ രുചികളെ വേർതിരിച്ചറിയുവാൻ സാധിക്കുന്നത് അല്ലേ. മധുരത്തെ മധുരമായും പുളിയെ പുളിയായും ഉപ്പിനെ ഉപ്പായും കയ്പിനെ കയ്പായും എല്ലാം വേർതിരിച്ചറിയുവാൻ സാധിക്കുന്നത് രസനേന്ദ്രിയമുള്ളത് കൊണ്ടാണ്. അത് ഉള്ളത് കൊണ്ട് മാത്രമല്ല, രസനേന്ദ്രിയത്തിൻ്റെ അടിസ്ഥാന ദേവതയായ വരുണദേവൻ അവിടെ സ്ഥിതി ചെയ്തുകൊണ്ട് വരുണദേവൻ തൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ടാണ്. അത് നമ്മൾ കണ്ടിരുന്നു. അടുത്തത് 5ാമത്തെ മന്ത്രം ചക്ഷുരേന്ദ്രിയത്തിൻ്റെ അല്ലേ. കണ്ണിൻ്റെ കഴിവെന്താണ്? ബാഹ്യങ്ങളായ രൂപങ്ങളെ, പുറമേയുള്ള രൂപങ്ങളെ വേർതിരിച്ച് കാണുക എന്നത്. അതിന് സഹായിക്കുന്ന ആരാണ്? ആദിത്യൻ, സൂര്യദേവത. കണ്ണിൻ്റെ അടിസ്ഥാന ദേവതയായി ഇരുന്നു കൊണ്ട് നമുക്ക് ധർമ്മം ചെയ്യുന്നത് കൊണ്ട് വിവിധങ്ങളായ രൂപങ്ങളെ വേർതിരിച്ച് കാണുവാൻ സാധിക്കുന്നത്. അടുത്തത് 6ാമത്തെ മന്ത്രത്തിൽ ശ്രോത്രേന്ദ്രിയം. ശ്രോത്രേന്ദ്രിയം എന്താണ്? കേൾവി എന്ന അനുഭവം. ശബ്ദങ്ങളെ വേർതിരിച്ച് കേൾക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നത് ശ്രോത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അത് ആരുടെ സഹായം കൊണ്ട്? ദിഗ്ദേവതകളുടെ സഹായം കൊണ്ടാണ് നമുക്ക് വേർതിരിച്ച് ശബ്ദങ്ങളെ അനുഭവിക്കാൻ സാധിക്കുന്നത്. പിന്നെ അടുത്തതിലേക്ക് പോകും. ആ 6 വരെയുള്ള മന്ത്രം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റെക്കോർഡിംഗ് കേൾക്കുന്നവർ, അവർക്കും കൂടെ വേണ്ടി പറയുകയാണ്. ലൈവിന് വരാൻ പറ്റാതെ റെക്കോർഡിംഗ് കേൾക്കുന്നവരും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ചോദിക്കുക, അതിൽ തന്നെ മറുപടി അയക്കുക. അല്ലെ പിറ്റേ ക്ലാസ്സിൽ മറുപടി പറയുന്നതായിരിക്കും. നമോ നാരായണ. നമുക്ക് 7ാമ മന്ത്രത്തിലേക്ക് പോകാം. മനോവൈഗ്രഹ സഹ കാമേന അധിഗ്രാഹേണ ഗൃഹീതഃ മനസാഹി കാമാൻ കാമയതേ. മനോവൈഗ്രഹ സഹ കാമേന, സഹ എന്നാക്കുക, വിസർഗം ഇടുക അവിടെ. സഹ കാമേന അധിഗ്രാഹേണ ഗൃഹീതഃ മനസാഹി കാമാൻ കാമയതേ. മനോവൈഗ്രഹ സഹ കാമേന അധിഗ്രാഹേണ ഗൃഹീതഃ മനസാഹി കാമാൻ കാമയതേ. മനോവൈഗ്രഹ
സഹ കാമേന അധിഗ്രാഹേണ ഗൃഹീതഃ മനസാഹി കാമാൻ കാമയതേ. ജനക മഹാരാജാവിനും ഒരു ഒബ്ജക്ഷനും ഇല്ല. നമ്മൾ മന്ത്രത്തിലോ ഭാഷ്യത്തിലോ അതൊന്നും കാണുന്നില്ല. ആ വിദ്വത്സഭ എല്ലാവരും യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ആരും പൂർവപക്ഷികളായിട്ട് ആരുമില്ല, എതിർക്കാനായിട്ട് ആരുമില്ല. ആർത്തഭാഗനും എതിർക്കുന്നില്ല. അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹത്തിൻ്റെ ഉത്തരം, ആർത്തഭാഗന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം തുടരുകയാണ്. സപ്തമ മന്ത്രം മനോവൈഗ്രഹ. അടുത്തത് മനസ്സ് ഗ്രഹമാകുന്നു. മനസ്സ്, ഇവിടെ ഗ്രഹം എന്ന് വെച്ചാൽ ഇന്ദ്രിയം. അവിടെ എഴുതിക്കോളൂ, മനസ്സെന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കണ്ടനുഭവിക്കാൻ സാധിക്കുന്ന ഇന്ദ്രിയമല്ല. അതുകൊണ്ട് അവിടെ എഴുതിക്കോളൂ സൂക്ഷ്മേന്ദ്രിയം. അത് സട്ടിലാണ്, സൂക്ഷ്മമാണ്. നമുക്ക് കണ്ണ് കാണാ അല്ലേ, ബാക്കി ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് കാണാം അല്ലേ, അല്ലെങ്കിൽ നമുക്കറിയാം ചെവിടെ ഉണ്ട്, ഇവിടെ അത് കേൾവിയാണ് ചെയ്യുന്നത്. കണ്ണുണ്ട് എനിക്ക്, അത് കാഴ്ച എന്ന അനുഭവമാണ്. കാലുണ്ട് എനിക്ക്, അത് അല്ലേ ഗമനമാണ്, കാലിൻ്റെ ധർമ്മം. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ മനസ്സ് ഇന്ദ്രിയമാണെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ അത് കാണും? ഇല്ല, നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുവല്ല അത്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? സൂക്ഷ്മേന്ദ്രിയമെന്ന് മനസ്സിനെ പറയാറുണ്ട്. പൊതുവേ നമ്മൾ മനസ്സ് അല്ലെ സൂക്ഷ്മ ശരീരത്തിനോടൊപ്പമാണ് അതിനെ ചേർക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് പ്രധാന ഇന്ദ്രിയങ്ങളിൽ സൂക്ഷ്മമായിട്ടുള്ള ഇന്ദ്രിയമായ മനസ്സിനെ ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് മനോവൈഗ്രഹ എന്ന് വെച്ചാൽ മനോവൈ സൂക്ഷ്മഗ്രഹ, അല്ലെങ്കിൽ മനോവൈ സൂക്ഷ്മ ഇന്ദ്രിയ അല്ലേ. മനസ്സെന്ന് പറയുന്നത് ഒരു സൂക്ഷ്മമായ ഇന്ദ്രിയമാകുന്നു. യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, മനസ്സ് സൂക്ഷ്മേന്ദ്രിയമാകുന്നു. സഹ കാമേന അധിഗ്രാഹേണ ഗൃഹീതഃ. അതിൽ ഈ സൂക്ഷ്മ ഇന്ദ്രിയമായ മനസ്സ്, സഹ സൂക്ഷ്മേന്ദ്രിയ, സൂക്ഷ്മ ഇന്ദ്രിയമായ ഈ മനസ്സിൽ, അതിൽ എന്താണ്? കാമേന അധിഗ്രാഹേണ. ഇവിടെ കാമം എന്ന് വെച്ചാൽ ഭോഗേന, അത് സുഖഭോഗവോ ദുഃഖവോ, വിഷയം അല്ലെങ്കിൽ വിഷയേന എന്ന് എഴുതാം. കാമേന എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഭോഗേന അല്ലെങ്കിൽ വിഷയേന. വിഷയങ്ങളാണല്ലോ ഭോഗം, ഇത് പര്യായങ്ങളാണ് ഇതെല്ലാം അല്ലേ. നമുക്ക് സുഖമെന്ന ഭോഗവിഷയം, ദുഃഖമെന്ന ഭോഗവിഷയം, കാമമെന്ന ഭോഗവിഷയം, ക്രോധമെന്ന ഭോഗവിഷയം, ഇതെല്ലാം ഭോഗത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് ഭോഗേന എന്ന് പറയാം, അല്ലെങ്കിൽ വിഷയേന എന്നും പറയും. നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു വരുന്ന, സൂക്ഷ്മ ഇന്ദ്രിയമായ മനസ്സിൽ കൂടെ കടന്നു വരുന്ന വിവിധങ്ങളായ ഭോഗവിഷയങ്ങൾ എന്ത് ചെയ്യുന്നു? അധിഗ്രാഹേണ ഗൃഹീതഃ. ആ പുറമേയുള്ള വിഷയങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കുന്നു. ഗൃഹീതഃ, അതിലേക്ക് നമ്മൾ എടുക്കുകയാണ്. അതാണ് മനസ്സ് എന്നത് ഇന്ദ്രിയ, സൂക്ഷ്മേന്ദ്രിയം, അതിൻ്റെ അധിഗ്രഹം വിഷയങ്ങൾ. വിഷയങ്ങൾ എന്നാണ് നമ്മൾ ആ ടേബിളിൽ എഴുതിയിരിക്കുന്നത് അല്ലേ. കാരണം എന്താ? ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നു. ഒരു മിനിറ്റ് 60 സെക്കൻഡ് നമ്മളെ ഒബ്സർവ് ചെയ്താൽ അറിയാം, ചിലപ്പോൾ 60 വിഷയങ്ങൾ വന്നെന്നിരിക്കും. അല്ലെങ്കിൽ ഒരു 30 വിഷയമെങ്കിലും നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. അത്രയും സൂക്ഷ്മമാണ് മനസ്സെന്ന് പറയുന്നത്. പ്രകാശവർഷത്തിനേക്കാളും വേഗതയുണ്ട് മനസ്സിൻ്റെ ചിന്തകൾക്കെന്നാണ് ആധുനിക ശാസ്ത്രം പോലും പറയുന്നത്. അത്രയും വേഗത്തിൽ പായുന്ന ഒന്നുമില്ല ഈ ലോകത്ത് മനസ്സിനേക്കാളും. അതുകൊണ്ട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു, അനേകം ഭോഗവിഷയങ്ങൾ ഈ നമ്മളെങ്ങനെയാണ് പുറമേന്ന് എടുക്കുന്നത്? മനസ്സിലൂടെ. അതാണ് ഇവിടെ അധിഗ്രഹം എന്നതുകൊണ്ട് വിഷയങ്ങൾ. ഇപ്പം മനസ്സിൻ്റെ ദേവത നമുക്കറിയാം, ചന്ദ്രമാ മനസ്സോ ജായതേ. ചന്ദ്രദേവതയാണ് മനസ്സിൻ്റെ അടിസ്ഥാന ദേവത. നമ്മളത് മുമ്പുള്ള
ബ്രാഹ്മണത്തിലും കണ്ടതാണ് അല്ലേ, ചന്ദ്രദേവത. ആ ചന്ദ്രദേവത എന്ത് ചെയ്തു? യാജ്ഞവൽക്യ മഹർഷി അശ്വലൻ്റെ ചോദ്യത്തിൻ്റെ അവിടെയും മനസ്സിൻ്റെ അടിസ്ഥാന ദേവതയെ കുറിച്ച് ആ ഭാഗത്തിൽ ചോദിച്ചിരുന്നു, അല്ല പറഞ്ഞിരുന്നു യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ അത് തന്നെ ഇവിടെയും മനസ്സിൻ്റെ അടിസ്ഥാന ദേവത ചന്ദ്രനാകുന്നു അല്ലേ. പൂർവപക്ഷ അപരപക്ഷാഭ്യാം എന്നുള്ള മന്ത്രത്തിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന ദേവത, അല്ലെങ്കിൽ മനസ്സിലൂടെ നമുക്ക് ഓരോ ചിന്തകളെയും കടത്തി വിടുന്നത് ആ ചന്ദ്രദേവതയുടെ അടിസ്ഥാനത്തിലാണ്. അല്ലെ, ചന്ദ്രദേവത അതാതിൻ്റെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഏത് ചിന്തകളായിക്കോട്ടെ, അത് നല്ലതോ ചീത്തയോ ഏത് ചിന്തയാണെങ്കിലും ചിന്തിക്കുക എന്നുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്നത് ചന്ദ്രദേവതയാകുന്നു. മനസാഹി കാമാൻ കാമയതേ, മനസ്സിൻ്റെ സഹായത്തിനാലാകുന്നു പുറമേയുള്ള ഭോഗവിഷയങ്ങളെ ചിന്തനം ചെയ്യുവാൻ സാധിക്കുന്നത്. അതാണ് കാമാൻ കാമയതേ. മനസ്സിൻ്റെ സഹായത്തിനാലാണ് ഒരു ജീവന് പുറമേയുള്ള ഭോഗവിഷയങ്ങളെ ചിന്തനം ചെയ്യുവാൻ സാധിക്കുന്നത്, അല്ലെ കഴിയുന്നത്. മനസ്സില്ലേ നമ്മൾ എങ്ങനെ ചിന്തിക്കും? പുറമെ എൻ്റെ മുന്നിൽ 10 വസ്തുക്കൾ ഇരിക്കുകയാണ് അല്ലേ, ഇത് ആപ്പിളാണ്, അല്ല ഇത് പേനയാണ്, ഇത് പെൻസിലാണ്, മൊബൈലാണ്, ഇതെല്ലാം എനിക്ക് വേർതിരിച്ച് ചിന്തിക്കാനും അറിയുവാനും സാധിക്കുന്നുണ്ട് അല്ലേ, മനസ്സിൻ്റെ സഹായം കൊണ്ടാണ്. അല്ല, ഞാനിപ്പോൾ സുഖിക്കുകയാണ്, എനിക്കിപ്പോൾ സുഖമാണ് അല്ലേ, എനിക്കിപ്പോൾ ദുഃഖമാണ്, അതൊക്കെ വേർതിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഞാൻ ഒരു വസ്തുവിനെ കണ്ട ഇത് കാണുമ്പോൾ എനിക്ക് നല്ല സുഖമാണ്, സന്തോഷമായി, അല്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ദുഃഖമായി അല്ലേ, ഇത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യമായി അല്ല, ഇത് കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹമായി, അത് വേണമെന്നുള്ള ആഗ്രഹമായി. ഇങ്ങനെ എല്ലാം വേർതിരിച്ച് ആരാണ് അറിയുന്നത്? മനസ്സ്. അതിന് സഹായിക്കുന്ന ദേവത ചന്ദ്രദേവത. അടുത്ത 8ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഹസ്തൗ വൈ ഗ്രഹഃ സഹ കർമ്മണാ അധിഗ്രാഹേണ. കർമാധിഗ്രാഹേണ എന്ന് വെച്ചാൽ കർമ്മണാ അധിഗ്രാഹേണ. കർമ്മണാ അധിഗ്രാഹേണ ഗൃഹീതഃ ഹസ്താഭ്യാം ഹി കർമ്മ കരോതി. ഹസ്തോ വൈ ഗ്രഹഃ സഹ കർമ്മണാ അധിഗ്രാഹേണ ഗൃഹീതഃ ഹസ്താഭ്യാം ഹി കർമ്മ കരോതി. ഹസ്തോ വൈ ഗ്രഹഃ സഹ കർമ്മണാ അധിഗ്രാഹേണ ഗൃഹീതഃ ഹസ്താഭ്യാം ഹി കർമ്മ കരോതി. ഹസ്തൗ വൈ ഗ്രഹഃ സഹ കർമ്മണാ അധിഗ്രാഹേണ ഗൃഹീതഃ ഹസ്താഭ്യാം ഹി കർമ്മ കരോതി. അഷ്ടമ മന്ത്രം യാജ്ഞവൽക്യ മഹർഷി തുടരുകയാണ്. ഹസ്തൗ, ഹസ്തഃ, ഹസ്തൗ, ഹസ്താഹ. ഹസ്തൗ എന്ന് വെച്ചാൽ ദ്വിവചനം, കൈകൾ അല്ലെ, നമുക്ക് 2 കൈകളാണല്ലോ പൊതുവേ ഉള്ളത് അല്ലേ. ഹസ്തൗ ഇരു കൈകളും, വൈഗ്രഹഃ അതെന്താണ്? ഇന്ദ്രിയങ്ങളാകുന്നു. ഇവിടെ എന്താണ്? ഏത് ഇന്ദ്രിയാണ്? കർമ്മേന്ദ്രിയം അല്ലേ. കൈ എന്ന് പറയുന്നത് കർമ്മേന്ദ്രിയത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ് അല്ലേ. 5 ജ്ഞാനേന്ദ്രിയമുണ്ട്, 5 കർമ്മേന്ദ്രിയമുണ്ട്. ആ 5 കർമ്മേന്ദ്രിയത്തിൽ ഒരു കർമ്മേന്ദ്രിയാണ് ഇരു കൈകളും. ഹസ്തൗ കൈകൾ കർമ്മേന്ദ്രിയങ്ങളാകുന്നു. പിന്നെ എന്നിട്ട് എന്താ പറയുന്നത് അടുത്തത്? സഹ കർമ്മണാ അധിഗ്രാഹേണ ഗൃഹീതഃ. സഹ ഹസ്തൗ ഈ കൈകൾ അല്ലെ, നമ്മുടെ ഇരു കൈകളും എന്താണ്? കർമ്മണാ അധിഗ്രാഹേണ ഗൃഹീതഃ
ഈ ഹസ്തേന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ കൈകൾ എന്ന ഈ കർമ്മേന്ദ്രിയം എന്ത് ചെയ്യുന്നു? പുറമേയുള്ള വിഷയങ്ങളെ എന്ത് ചെയ്യുന്നു? അധിഗ്രഹം ചെയ്യുന്നു. പുറമേ ഈ ഹസ്തേന്ദ്രിയങ്ങൾ വിഷയങ്ങളെ എന്ത് ചെയ്യുന്നു? അധിഗ്രഹം ചെയ്യുന്നു. അതായത് നമുക്ക് പുറമേ ഉള്ള വിഷയങ്ങൾ ചെയ്യണമെങ്കിൽ കർമ്മണ എന്ന് വെച്ചാൽ കർമ്മങ്ങൾ. നമുക്ക് കർമ്മം ചെയ്യണമെങ്കിൽ ആര് വേണം? കൈ വേണം. കൈയുടെ സഹായം ഉണ്ടാകണം ബാഹ്യമായ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ, അല്ലേ? അപ്പോൾ നമ്മുടെ തന്നെ ശരീരത്തേക്ക് അല്ലെ, നമുക്ക് ഇപ്പോൾ കൈക്കൊരു വേദന വന്നു, അവിടെ തടവണം, മറ്റു കൈയുടെ സഹായം വേണം, അല്ലേ? അല്ലെങ്കിൽ മറ്റു ശരീരത്തിൻ്റെ, അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കർമ്മങ്ങളായിക്കോട്ടെ, പുറമേ ഉള്ള നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഏതും ആയിക്കോട്ടെ, അതിനെന്ത് വേണം? കൈ. ഇപ്പം നമ്മളെല്ലാവരും എഴുതുകയാണല്ലേ, അപ്പം നമുക്ക് പെൻസിൽ പിടിക്കണം, അല്ലെ പേന പിടിച്ച് പുസ്തകത്തിൽ എഴുതണം. എന്ത് വേണം? ആ ഹസ്തേന്ദ്രിയം പ്രവർത്തിക്കണം. അതിലേക്ക് ആ ശക്തി ചെന്നാൽ മാത്രമേ നമുക്ക് കൈ വളച്ചെഴുതാൻ സാധിക്കുകയുള്ളൂ. ആ വിരലുകൾ ചലിച്ചാൽ മാത്രമേ. എൻ്റെ അടുത്ത് നല്ല 1000 രൂപയുടെ പേനയുണ്ട്, അല്ലേ, അല്ലെങ്കിൽ A4 ഷീറ്റ് പേപ്പറുണ്ട്, എന്ത് കാര്യമുണ്ടോ? ഇല്ല. കൈ വളച്ചെഴുതാനുള്ള ആ ഹസ്തേന്ദ്രിയം പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ, അല്ലേ? അതിന് ബലക്ഷയം വരുമ്പോഴേ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയുകയുള്ളൂ. അപ്പം അതിന് സഹായിക്കുന്ന ദേവത ആരാണ്? ഹസ്തയോരിന്ദ്ര, അല്ലേ? ഇന്ദ്രദേവതയാണ് ഹസ്തങ്ങളുടെ, കൈകളുടെ അടിസ്ഥാന ദേവത, അല്ലേ? ഇന്ദ്രദേവതയ്ക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്, അത് നമുക്കറിയാം. പ്രകൃതിയിൽ മഴ പെയ്യ്ക്കുന്ന മഖവനാണ് ഇന്ദ്രൻ, അല്ലേ? മഴ പെയ്യ്ക്കുക മാത്രമല്ല ഇന്ദ്രൻ്റെ ധർമ്മം. ഇന്ദ്രദേവത എന്താണ്? ഓരോ ജീവാത്മാക്കളുടെയും കൈകളുടെ അടിസ്ഥാന ദേവതയായി ഇരുന്നു കൊണ്ടും ആ കയ്യെ കർമ്മം ചെയ്യിപ്പിക്കുന്നത് ഈ ദേവതയാണ്. അല്ലെങ്കിൽ കൈകൾക്ക് കർമ്മം ചെയ്യുവാൻ സഹായിക്കുന്നത് ഇന്ദ്രദേവതയാകുന്നു. ഓരോ ദേവതയും നമ്മൾ പുറമേ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. എല്ലാ ദേവതകളും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവയവിടെ ധർമ്മം ചെയ്യുന്നുണ്ട്. ആ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് പരമാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആ പരമാത്മാവിനാലാണ് ഇവയെല്ലാം അവയുടെ ധർമ്മം ചെയ്യുന്നത്. അതും നമ്മൾ ഓർക്കാം ഈ സന്ദർഭത്തിൽ. സഹ കർമ്മണ അതിഗ്രാഹേണ ഗൃഹീതഃ. ഹസ്തങ്ങൾക്ക് വിഷയങ്ങളെ, പുറമേയുള്ള കർമ്മങ്ങളെ ചെയ്യുവാൻ സാധിക്കുന്നത് ഇന്ദ്രദേവതയുടെ സഹായം. ഇന്ദ്രദേവത ഇവിടെ പറയുന്നില്ല കേട്ടോ, നമ്മൾ പഠിച്ചതായതുകൊണ്ട് ഇവിടെ ഈ സന്ദർഭത്തിൽ മനനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യാജ്ഞവൽക്യ മഹർഷി ഒരു ദേവതയെക്കുറിച്ചും പറയുന്നില്ല, കാരണം ആർദ്ധഭാഗം ചോദിച്ചിട്ടില്ല. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങൾ, അവ എന്തെല്ലാം കർമ്മമാണ് ചെയ്യുന്നത്, അത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അല്ലേ? മൂക്ക് മണക്കുക എന്നുള്ള ധർമ്മം, അല്ലേ? വാഗ് ശബ്ദിക്കുക എന്നുള്ള കർമ്മം, അല്ലേ? ജിഹ്വ രസിക്കുക എന്നുള്ള കർമ്മം, ചക്ഷു രൂപം കാണുക എന്നുള്ള ധർമ്മം, ശ്രോത്രം കേൾക്കുക എന്നുള്ള ധർമ്മം, മനസ്സ് ചിന്തിക്കുക എന്നുള്ള ധർമ്മം, ഹസ്തം കൈകൾ ബാഹ്യ വിഷയങ്ങളെ ആക്ടിവിറ്റി എന്ന കർമ്മങ്ങൾ എന്നുള്ള സന്ദർഭത്തിൽ ഇവിടെ അർത്ഥം അതാണ്. നമുക്ക് കർമ്മം ചെയ്യുവാൻ സാധിക്കുന്നത് ഹസ്തങ്ങൾ എന്നുള്ള ധർമ്മം. അത് മാത്രമേ ആർദ്ധഭാഗം ചോദിക്കുന്നുള്ളൂ. ദേവതകളെക്കുറിച്ച് ചോദിക്കാത്തത് കൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറയാത്തത്. ചോദ്യത്തിനുള്ള ഉത്തരം മതി, പക്ഷെ നമ്മളത് ചർച്ച ചെയ്യുന്നത് നമ്മുടെ മനനത്തിന് വേണ്ടി മാത്രമാണ്. ഹസ്താഭ്യാം ഹി കർമ്മ കരോതി. ഹസ്താഭ്യാം, അവിടെയും ദിവചനം, ഹസ്തങ്ങൾ, അല്ല, ഇരുകൈകളും. ഹി കർമ്മ കരോതി, ഈ ഇരുകൈകളുടെയും സഹായത്തിനാലാണ് നമ്മൾക്ക് കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത്. അത് ലൗകികമായ കർമ്മമായിക്കോട്ടെ, വൈദികമായ കർമ്മം ഏതും ആയിക്കോട്ടെ, ഏത് കർമ്മവും ചെയ്യാൻ സാധിക്കുന്നത് ഹസ്തങ്ങളുടെ സഹായത്തിനാലാണ്. കൈകൾ ഉള്ളത് കൊണ്ടാണ്, കൈകൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതിനെ പ്രവർത്തന സജ്ജമാക്കുന്നത് ഇന്ദ്രദേവതയുടെ സഹായം കൊണ്ടാണ്. ഇനി അടുത്ത നവമ മന്ത്രത്തിലേക്ക് നമുക്ക് പോകാം. അല്ലേ, കൂടുതൽ എഴുതാനൊന്നുമില്ല, ആ ടേബിൾ മാത്രം നോക്കിയാൽ മതി, അല്ലേ? ത്വക് വൈ ഗ്രഹഃ
സ്പർശനേന അതിഗ്രാഹേണ ഗൃഹീതഃ ത്വചാ ഹി സ്പർശാൻ വേദയതേ ഇതി. വേദയതേ ഇതി അവിടെയാണ് ഫുൾ സ്റ്റോപ്പ് കേട്ടോ. വേദയതേ എന്നുള്ളിടത്താണ് മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകത്തിൽ, പുതിയ പുസ്തകം പേജ് 220 സ്പർശാൻ വേദയതേ അവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നത്. അത് തിരുത്തി വേദയതേ ഇതി എന്നുള്ളിടത്ത് ഫുൾ സ്റ്റോപ്പ് ഇടുക. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവാം. വേദയതേ ഇതി ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് അടുത്ത വാക്ക് ഏതേ. ഏതേ അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അതിഗ്രഹാഃ. ഒന്നുകൂടെ പറയാം. ത്വഗ്വൈ ഗ്രഹഃ സഹ സ്പർശനേന സ്പർശനേന അതിഗ്രാഹേണ ഗൃഹീതഃ ത്വചാ ഹി സ്പർശാൻ വേദയതേ ഇതി. വേദയതേ ഇതി. ഏതേ അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അതിഗ്രഹാഃ. ത്വഗ്വൈ ഗ്രഹഃ സഹ സ്പർശനേന അതിഗ്രാഹേണ ഗൃഹീതഃ ത്വചാ ഹി സ്പർശാൻ വേദയതേ ഇതി. ഏതേ അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അതിഗ്രഹാഃ. ത്വഗ്വൈ ഗ്രഹഃ സഹ സ്പർശനേന അതിഗ്രാഹേണ ഗൃഹീതഃ ത്വചാ ഹി സ്പർശാൻ വേദയതേ ഇതി. ഏതേ അഷ്ടൗ ഗ്രഹാഃ അഷ്ടൗ അതിഗ്രഹാഃ. അടുത്ത അവസാനത്തെ പറയുകയാണ്. ത്വഗ്വൈ ഗ്രഹഃ. ത്വക്ക് ത്വക്കെന്ന് പറയുന്ന സ്പർശനേന്ദ്രിയം അല്ലേ? സ്പർശനേന്ദ്രിയത്തിനെ കുറിച്ച് പറയുകയാണ്. ത്വഗ്വൈ ഗ്രഹഃ. ത്വക്കെന്ന ഈ നമ്മുടെയൊക്കെ ഈ അവയവം അതെന്താണ്? ഗ്രഹമാകുന്നു, അതായത് ഇന്ദ്രിയമാകുന്നു അല്ലേ? സ്പർശനേന്ദ്രിയം കർമ്മേന്ദ്രിയാണോ ജ്ഞാനേന്ദ്രിയാണോ? നിങ്ങൾ തന്നെ പറയും. സ്പർശനേന്ദ്രിയ കർമ്മേന്ദ്രിയാണോ ജ്ഞാനേന്ദ്രിയ? ആരും പറയുന്നില്ല ഉത്തരം. ആണോ? ജ്ഞാനേന്ദ്രിയാണോ? രണ്ടും ഉണ്ടോ? ഞാൻ ഉത്തരം പറയില്ല, എങ്കിലല്ലേ പറയില്ല. സ്പർശനേന്ദ്രിയം നമ്മൾ പഠിച്ചതാണ്, തത്വബോധം മുതലേ പഠിക്കുന്നതാണ്. ഇത് മനനമായിട്ട് ഇതിനെ എടുക്കണം. രണ്ടും ഉണ്ട്, അല്ലെങ്കിൽ കർമ്മേന്ദ്രിയാണോ ഞാൻ എടുത്ത് നോക്കണം എപ്പോഴെങ്കിലും. സമയം കിട്ടുമ്പോൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെ, 5 കർമ്മേന്ദ്രിയങ്ങൾ ഇതിപ്പോൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു അല്ലേ? ഹസ്തങ്ങൾ കർമ്മേന്ദ്രിയാണെന്ന് പറഞ്ഞു. അത് എളുപ്പമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഇത് എളുപ്പമല്ലാത്തതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. ജ്ഞാനേന്ദ്രിയം വെരി ഗുഡ്. അത് വയർത്തുന്നില്ലേ? സ്പർശേന്ദ്രിയം വേർപ്പ് വരുത്തും, അപ്പൊ അത് കർമ്മേന്ദ്രിയല്ലേ? നിങ്ങൾ കണ്ടുപിടിക്കും, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഞാൻ ഉത്തരം പറയുന്നില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ജ്ഞാനേന്ദ്രിയം ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം മനനമായല്ലോ, എല്ലാവരും ചിന്തിക്കും അല്ലേ? ഇനി മറക്കൂല ഇത് ജ്ഞാനേന്ദ്രിയാണോ കർമ്മേന്ദ്രിയാണോ എന്ന്. എടുത്തു നോക്കിയാൽ മതി. നമ്മൾ വേദാന്ത സാരത്തിലും ഉണ്ട്. ആ പുസ്തകമൊക്കെ സമയം കിട്ടുമ്പോൾ നോക്കണം. ഇനി നമുക്ക് അവധിയാണല്ലോ, നമുക്ക് ഇനി ഓണത്തിന് അവധി വരുമ്പോഴേക്കും ആ സമയത്ത് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് മടങ്ങി വരാം. സഹ സ്പർശനേന അതിഗ്രാഹേണ ഗൃഹീതഃ അല്ലേ? ത്വക്ക്
ത്വക്കെന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പർശനേന്ദ്രിയം എന്ന് പറയുന്നത് എന്താണ്? സ്പർശനമാകുന്നു. സഹ സ്പർശനേന്ദ്ര, സഹ എന്ന് വെച്ചാൽ സഹ സ്പർശനേന്ദ്രിയ അല്ലെങ്കിൽ സഹ ത്വക് സ്പർശനേന, സ്പർശനേന സ്പർശനങ്ങൾ ബഹുവചനം. ഒരു സ്പർശമാണോ അല്ലേ? എത്ര തരം വിവിധങ്ങളായ സ്പർശങ്ങളാണ് നമുക്കുള്ളത്. സുഖമുള്ള സ്പർശം, ദുഃഖമുള്ള സ്പർശം അല്ലെ, അല്ലെ ചൂട്, തണുപ്പ്, ഇതൊക്കെ സ്പർശനമാണ്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതല്ല, അതാണ് സ്പർശനേന, സ്പർശനങ്ങൾ, വിവിധങ്ങളായ സ്പർശനങ്ങൾ. അതെന്താണ്? പുറമേ നിന്നും നമ്മൾ അനുഭവിക്കുകയാണ്. അതിഗ്രാഹേണ ഗൃഹീത എന്ന് വെച്ചാൽ എന്താണ്? സ്പർശനങ്ങളാകുന്നു ഈ ത്വകേന്ദ്രിയത്തിൻ്റെ വിഷയങ്ങൾ. പുറമേ നിന്നും നമുക്ക് ത്വക്കുണ്ട് അല്ലേ? അപ്പോൾ സെൻസേഷൻ അറിയാൻ പറ്റിയില്ലെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ശരീരം മുഴുവൻ തൊലിയുണ്ട്, പക്ഷേ ഒന്നും അറിയുന്നില്ല. നമ്മളെങ്ങനെ സെൻസേഷൻ അറിയൂ അല്ലേ? സെൻസേഷൻ അറിയാമല്ലോ അല്ലേ? എൻ്റെ മലയാളം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. നമ്മൾ ചൂട്, തണുപ്പ് ഇതൊക്കെ എങ്ങനെ വേർതിരിച്ചറിയും? ആ സ്പർശനേന്ദ്രിയം പ്രവർത്തിക്കുന്നതുകൊണ്ട് അല്ലേ? ഒരു രോമം നമ്മൾ അതിൽ നിന്നും പിഴുതെടുത്താൽ നമുക്ക് ആ വേദന മനസ്സിലാകുന്നുണ്ട് സ്പർശനേന്ദ്രിയത്തിന് അല്ലേ? ഒറ്റ രോമം അല്ലേ? അല്ലെ ഒരു തലനാര് നമ്മൾ അറിയാണ്ടൊന്ന് പിഴുതുമ്പോൾ അറിയാം ആ സ്പർശനേന്ദ്രിയത്തിൻ്റെ ബാഹ്യ ദുഃഖം. അപ്പം അത്രയും ആ ഭാഗങ്ങളിൽ പോലും ചൈതന്യമുള്ളത് കൊണ്ടാണ് നമുക്കത് സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ ഏത് സ്പർശനവും തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. ഇതിന് സഹായിക്കുന്നത് ആരാണ്? സ്പർശനേന്ദ്രിയത്തിൻ്റെ അടിസ്ഥാന ദേവത വായുദേവനാണ് അല്ലേ? വേണ്ടവർ എഴുതിക്കോളൂ. സ്പർശനേന്ദ്രിയത്തിൻ്റെ അടിസ്ഥാന ദേവത വായുദേവനാണ്. വായുദേവൻ നമ്മളെ ഇങ്ങനെ തഴുകുമ്പോഴാണ് നമ്മൾ സ്പർശനം എന്ന അനുഭവം ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിൽ. വായുദേവൻ്റെ സാന്നിധ്യം അവിടുന്ന് പോയാലോ ആ ഭാഗത്ത് പിന്നെ സ്പർശനം എന്ന അനുഭവമില്ല, സെൻസേഷൻ ഇല്ല അവിടെ. നമ്മൾ ഇടയ്ക്ക് നമുക്ക് ഈ കാലിലൊക്കെ മസിൽ കയറില്ലേ അല്ലേ? നമ്മളപ്പോൾ നമ്മൾ അനുഭവിക്കാറില്ലേ? ആ ഭാഗത്ത് നമ്മൾ തല്ലിയാലോ അടിച്ചാലോ ഒന്നും അവിടെ അറിയില്ല. കുറേ സമയം മസിൽ മാറിക്കഴിയുമ്പോഴാണ് അല്ലേ നമ്മളത് അറിയുന്നത്. കാരണം എന്താ? കുറച്ച് സമയത്തേക്കിന് ആ സ്പർശനേന്ദ്രിയം അവിടെ നമ്മൾ സുഖവും ദുഃഖവും അറിയാണ്ട് പോകും ആ ഭാഗത്ത്. അപ്പോൾ ആരുടെ സഹായം കൊണ്ടാണ് നമ്മുടെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത്? സ്പർശനേന്ദ്രിയം പ്രവർത്തിക്കുന്നത് വായുദേവതയുടെ സഹായം കൊണ്ടാണ്. അതാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ പറയുന്നു, ത്വജാഹി സ്പർശനേന വേദയതേ. സ്പർശനേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാലാണ് സ്പർശ വിഷയങ്ങളെ അറിയുന്നത്. അതാണ് ത്വജാഹി സ്പർശനേന വേദയതേ എന്ന് വെച്ചാൽ, വേദയതേ എന്ന് വെച്ചാൽ ടു ബി നോൺ, അതാണ് അറിയുന്നത്. സ്പർശനേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാലാണ് സ്പർശ വിഷയങ്ങളെ, നമ്മൾ സ്പർശിക്കുന്ന വിഷയങ്ങളെ അല്ലെ നമ്മളെ സ്പർശിക്കുന്ന വിഷയങ്ങളെ, രണ്ടും ഉണ്ടല്ലോ അല്ലേ? നമ്മൾ സ്പർശിക്കുന്നതുകൊണ്ട് നമ്മളെ സ്പർശിക്കുന്ന വിഷയങ്ങളുമുണ്ട് അല്ലേ? ഇത് രണ്ടും അറിയുന്ന എങ്ങനെയാണ്? സ്പർശനേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാലാണ്. സ്പർശനേന്ദ്രിയം തനിയെ ചെയ്യുമോ? സഹായിക്കുമോ? ഇല്ല. ആരുടെ വേണം? വായുദേവതയും കൂടെ വേണം അവിടെ. അപ്പോൾ വായുദേവൻ്റെ അനുഗ്രഹത്തിനാലാണ് നമുക്ക് സ്പർശമെന്ന അനുഭവം സിദ്ധമാകുന്നത് അല്ലെ സാധ്യമാകുന്നത്. ത്വജാഹി സ്പർശനേന വേദയതേ. നമ്മൾ ഈ അനസ്തേഷ്യയൊക്കെ ചെയ്യും, ഒന്നും അറിയില്ലല്ലേ? സ്പർശനേന്ദ്രിയം എന്തൊക്കെ അവിടെ സംഭവിക്കുന്നു നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇത്ര സമയത്തേക്കിന് സ്പർശനേന്ദ്രിയം ആ അനുഭവവേദ്യമല്ല അല്ലേ? നമുക്കവിടെ നമ്മുടെ ദേഹത്ത് കൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചാലും നമ്മൾ അറിയില്ല അല്ലേ? കാരണം അവിടെ ആ ഇന്ദ്രിയം കുറച്ച് സമയത്തേക്കിന് പ്രവർത്തനം നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്പർശനേന്ദ്രിയം എന്നത് അത്രയും പ്രാധാന്യമുള്ള ഇന്ദ്രിയമാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം 8 നമ്പറായി. മന്ത്രം 2 മുതൽ മന്ത്രം 9 വരെയാകുമ്പോൾ 8
വിഷയങ്ങളെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെക്കുറിച്ചും യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം ആ ചോദ്യത്തിനുള്ള ആർത്തഭാഗൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അവസാനിപ്പിക്കുകയാണ്. ഇതി ഏതേ ഇവയെല്ലാം, അല്ലേ, ഏതയതേ അഷ്ടൗ ഗ്രഹാഹ അഷ്ടൗ അതിഗ്രഹാഹ. അല്ലയോ ആർത്തഭാഗ, ഞാൻ ഈ പറഞ്ഞ ഇവയെല്ലാം ആകുന്നു എന്താണ്? 8 ഗ്രഹങ്ങൾ, 8 ഇന്ദ്രിയങ്ങൾ, പ്രധാനപ്പെട്ട. അപ്പോൾ ഇവിടെ അഷ്ടൗന്നുള്ളിടത്ത് നമ്മൾ അധ്യാഹാരം ചെയ്യണം. അഷ്ടൗ പ്രധാന ഗ്രഹ, അല്ലെ സുപ്രധാന എന്നുള്ള സംസ്കൃത പദമാണ് കേട്ടോ. സുപ്രധാന ഗ്രഹാഹ അഷ്ടൗ സുപ്രധാന അതിഗ്രഹാഹ. ഇമ്പോർട്ടൻ്റ് എന്നാണ് സുപ്രധാനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. മലയാളത്തിൽ നമ്മൾ സുപ്രധാനം എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഏതേ അഷ്ടൗ ഗ്രഹാഹ അഷ്ടൗ അതിഗ്രഹാഹ. അല്ലയോ ആർത്തഭാഗ, അങ്ങയുടെ ചോദ്യം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ, പ്രധാനപ്പെട്ട അതിഗ്രഹങ്ങൾ എന്നാകുന്നു. എൻ്റെ മറുപടി 8 എണ്ണമാണ് പ്രധാനം. ഇവിടെ പറയാത്ത ഏതൊക്കെയുണ്ടല്ലേ? പറയാത്തതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. കാല് പറഞ്ഞിട്ടില്ല, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട്. പക്ഷെ ഹസ്തം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? ഗമനം പാദയോ വിഷ്ണുദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഗമനം ചെയ്യുന്നത്, നടക്കാൻ സാധിക്കുന്നതെന്ന്. അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, അല്ലേ? ജ്ഞാനേന്ദ്രിയം എല്ലാം പറഞ്ഞിട്ടില്ല, കർമ്മേന്ദ്രിയം എല്ലാം പറഞ്ഞിട്ടില്ല, സൂക്ഷ്മേന്ദ്രിയങ്ങളെല്ലാം പറഞ്ഞിട്ടില്ല. സൂക്ഷ്മേന്ദ്രിയത്തിൽ മനസ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബുദ്ധി സൂക്ഷ്മേന്ദ്രിയമാണ്, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാത്തത് ഒരുപാടുണ്ട്. ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പ്രധാനപ്പെട്ടവ മാത്രം പറയും. അതാണ് നമ്മൾ അഷ്ടൗ 8 എണ്ണം, സുപ്രധാനങ്ങളായിട്ടുള്ള 8 എണ്ണം ഞാനിവിടെ പറയുന്നു. അതിൻ്റെ വിഷയങ്ങളെക്കുറിച്ചും ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർത്തഭാഗൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടി യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. ഒന്ന് പാരായണം ചെയ്യാം, വ്യാഖ്യാനം നാളെ കാണാം. ദശമ മന്ത്രം, 10ാമത്തെ മന്ത്രം. യാജ്ഞവൽക്യ ഇതി ഹോവാച യദിദം സർവം മൃത്യോഃ അന്നം കാ സിത്സ ദേവതാ യസ്യ മൃത്യുഃ അന്നമിതി. ഫുൾ സ്റ്റോപ്പ്. മൃത്യുഃ അന്നമിതി. ഇതി എന്നുള്ളിടത്താണ് ഫുൾ സ്റ്റോപ്പ് വരിക സാധാരണ. കാരണം ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്നതിന് അവസാനത്തെ കുറിക്കുകയാണ് ഇതി എന്നുള്ള ശബ്ദം. അപ്പോൾ അതുകൊണ്ട് മൃത്യോഃ അന്നമിതി ഫുൾ സ്റ്റോപ്പ്. യാജ്ഞവൽക്യ ഇതി ഹോവാച യദിദം സർവം മൃത്യോഃ അന്നം ഇതി. അന്നം കാ സിത്സ ദേവതാ യസ്യ മൃത്യുഃ അന്നമിതി. അഗ്നിഃ വൈ മൃത്യുഃ സഹ അപാം അന്നം. സഹ അപാം അന്നം. അപ പുനഃ മൃത്യുഃ ജയതി. അഗ്നിഃ വൈ മൃത്യുഃ സഹ അപാമന്നം അപ പുനഃ മൃത്യുഃ ജയതി. മൃത്യുഃ ജയതി. ഒരുമിച്ച് പാരായണം ചെയ്യാം. മൃത്യും ജയതി, മൃത്യും ജയതി. ഒന്നുകൂടെ പറയാവേ. യാജ്ഞവൽക്യ ഇതി ഹോവാച യദിദം സർവം മൃത്യോഃ അന്നം കാ സ്വിത്സ ദേവതാ യസ്യ മൃത്യുഃ അന്നം ഇതി. അഗ്നിഃ വൈ മൃത്യുഃ സഹ അപാം അന്നം അപ പുനഃ മൃത്യും ജയതി. യാജ്ഞവൽക്യ ഇതി ഹോവാച യദിദം സർവം മൃത്യോഃ അന്നം ക സ്വിത്സ
देवता यस्य मृत्युः अन्नम् इति अग्निः वै मृत्युः सः अपाम् अन्नम् अपपुनः मृत्युं जयति याज्ञवल्क्य इति होवाच यदिदं सर्वं मृत्योः अन्नं कश्चित् देवता यस्य मृत्युः अन्नम् इति अग्निः वै मृत्युः सः अपाम् अन्नम् अपपुनः മൃത്യും ജയതി. നമുക്ക് അടുത്ത മന്ത്രവും കൂടെ ഒന്ന് പദച്ഛേദം ചെയ്യാം. വ്യാഖ്യാനം നാളെ കാണാവേ. ഏകാദശ മന്ത്രം 11ാമത്തെ മന്ത്രം. യാജ്ഞവൽക്യ ഇതി ഹോവാച യത്ര അയം പുരുഷഃ മ്രിയതേ എന്നാണ് കേട്ടോ. മൃഡാനന്ദ സ്വാമിജിയുടെ പുതിയ പുസ്തകം പേജ് 221 221 മന്ത്രം 11 11ാമത്തെ മന്ത്രം മ്രിയതേ എന്നാണ്. വേർഡ് ബൈ വേർഡ് മീനിങ് ശരിയാണ്. മൂലമന്ത്രത്തിൽ മ്രിയതേ എന്നാക്കുക, തേ എന്നാക്കുക, തകാരം മാറ്റി തേ ആക്കുക. മ്രിയതേ. യാജ്ഞവൽക്യ ഇതി ഹോവാച യത്ര അയം പുരുഷഃ മ്രിയതേ ഉദസ്മാദ് പ്രാണഃ ഉത്ക്രാമന്തി എന്നാണ്. പ്രാണഃ ഉത്ക്രാമന്തി. അവിടെയും തിരുത്തുക. വേർഡ് ബൈ വേർഡ് മീനിങ് ശരിയാണ്. ഉത്ക്രാമന്തി. പ്രാണഃ ഉത്ക്രാമന്തി. ആഹോ ഉത്ക്രാമന്തി ആഹോ. നേതി ആഹോ. ദീർഘമുണ്ട് അവിടെ. ആഹോ. നമ്മൾ മറ്റേ സാമസ്രവാന്ന് ചൊല്ലിയില്ലേ 2ാമത്തെ മന്ത്രത്തിൽ അശ്വല ബ്രാഹ്മണം. അതുപോലെ തന്നെ ഇവിടെ ആഹോ എന്നുണ്ട്, ദീട്ടമുണ്ട്. നേതി നേതി ഹോവാച യാജ്ഞവൽക്യഃ അത്രയേവ സമവനീയന്തേ. അത്രയെ അണ്ടർലൈൻ ചെയ്തോളൂ. അത്രയേവ സമവനീയന്തേ. അത്ര അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുക. അത്രയേവ സമവനീയന്തേ. സഹ ഉച്ചായതി. സഹ അവിടെ വിസർഗ ഇടുക. സഹ ഉച്ചായതി ആത്മായതി. ആത്മായതി. ആത്മാതാ ആത്മാതഃ. തോ മാറ്റി തഹ വിസർഗ ആക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നോക്കിയാൽ മതി വേർഡ് ബൈ വേർഡിൽ. ആത്മായതി ആത്മാതഃ. ആത്മായതി ആത്മാതഃ മൃതഃ ശേതേ. യാജ്ഞവൽക്യ ഇതി ഹോവാച യത്ര അയം പുരുഷഃ മ്രിയതേ ഉദസ്മാദ് പ്രാണഃ ഉത്ക്രാമന്തി ആഹോ. നേതി നേതി ഹോവാച യാജ്ഞവൽക്യഃ അത്രയേവ സമവനീയന്തേ. സഹ ഉച്ചായതി ആത്മായതി ആത്മാതഃ മൃതഃ ശേതേ. യാജ്ഞവൽക്യ ഇതി ഹോവാച യത്ര അയം പുരുഷഃ മ്രിയതേ ഉദസ്മാത് പ്രാണഃ ഉത്ക്രാമന്തി ആഹോ. അങ്ങനെയാണ് ചൊല്ലേണ്ടത്. ആഹോ അവിടെ നീട്ടി ചൊല്ലണേ. എന്തിനാണെന്ന് നമുക്ക് നാളെ പഠിക്കാം. നേതി നേതി ഹോവാച യാജ്ഞവൽക്യഃ അത്രയേവ സമവനീയന്തേ. സഹ ഉച്ചായതി ആത്മാ ഇതി യതി ആത്മാതഃ മൃതഃ ശേതേ.
याज्ञवल्क्य इति होवाच यत्र अयं पुरुषः म्रियते उतस्मात् प्राणः उत्क्रामन्ति आहो नेति नेति होवाच याज्ञवल्क्यः अत्र एव समवनीयन्ते सः उच्चायति आत्मा इति यति ആത്മാതഃ മൃതഃ ശേതേ. നമുക്ക് 10ഉം 11ഉം ഒന്നുകൂടെ ഒരുമിച്ച് ചൊല്ലിയിട്ട് ഇന്നത്തേന് പിരിയാം. നാളെ നമുക്ക് ഈ മന്ത്രങ്ങൾ വീണ്ടും പാരായണം ചെയ്യാം. അങ്ങനെ 2-3 തവണ ചെയ്യുമ്പോഴേക്കും നമുക്കിത് ഫെമിലിയർ ആകും. ദശമ മന്ത്രം യാജ്ഞവൽക്യ ഇതി ഹോവാച. എന്താമ്മ ചോദിക്കൂ? ഉച്ഛ്വായതി എന്നുണ്ടോ? ഉച്ഛ്വയതി ആണോ? ടെക്സ്റ്റിൽ ഉച്ഛ്വയതി എന്നാണ്. ഉച്ഛ്വായതി. ഒരു മിനിറ്റ്. ഉച്ഛ്വായതി. ഉച്ഛ്വായതി ആട്ടോ. ഉച്ഛ്വായതി. ഒന്നുകൂടെ ചൊല്ലാം. 10ഉം 11ഉം മന്ത്രം. യാജ്ഞവൽക്യ. ആ 11ാമത്തെ മന്ത്രം പ്രാണാഹ എന്നാണ്. പ്രാണഹ ഉത്ക്രാമന്തി എന്നാണ്. പ്രാണഹ ഉത്ക്രാമന്തി. ദീർഘമില്ല അല്ലേ? ഇല്ല. കാരണം ഇത് നമ്മൾ മരിക്കുമ്പോൾ ഏത് പ്രാണനാ പുറത്തേക്ക് പോകുന്നത്? 5 പ്രാണന്മാരിൽ ഒരാളല്ലേ പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് വ്യാഖ്യാനം നാളെ പഠിക്കാം അല്ലേ? പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ. അതിൽ 5 പ്രാണന്മാരിൽ 4 പ്രാണനും വന്ന് ഒരാളിലേക്ക് ചേരും. എന്നിട്ട് ഒരാളല്ലേ പുറത്തേക്ക് പോകുന്നത്. ഉത്ക്രാമന്തം ഭഗവത്ഗീതയിലുണ്ട്. ഉത്ക്രാമന്തം സ്ഥിതം ഭാവി ഭുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഭഗവത്ഗീത 15ാം അധ്യായം. നാളെ വിസ്തരിച്ചു പഠിക്കാം. പ്രാണഹാന്നേ ഉള്ളൂ കേട്ടോ. ഒറ്റ പ്രാണനെ നമ്മുടെ പുറത്തേക്ക് പോകുന്നുള്ളൂ അല്ലേ മരിക്കുമ്പോഴും. അതുകൊണ്ട് പ്രാണഹാന്നേ ഉള്ളൂ. വ്യാഖ്യാനം നമുക്ക് നാളെ പഠിക്കാം. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പാരായണം ചെയ്യാം. സമയമില്ലല്ലോ പഠിക്കാനായിട്ട്. യാജ്ഞവൽക്യ ഇതി ഹോവാച യദിദം സർവം മൃത്യോഃ അന്നം കശ്ചിത് സ ദേവതാ യസ്യ മൃത്യുരന്നമിതി അഗ്നിർവൈ മൃത്യുഃ സഹ അന്നം പുനഃ മൃത്യും ജയതി. യാജ്ഞവൽക്യ ഇതി ഹോവാച യത്ര അയം പുരുഷഃ म्रियते यत्र अयं पुरुषः म्रियते उदस्मात् प्राणः उत्क्रामन्ति. അങ്ങനെ ആക്കണേ. ഉദസ്മാത് പ്രാണഃ ഉത്ക്രാമന്തി ആഹോ നേതി നേതി ഹോവാച യാജ്ഞവൽക്യഃ അത്ര ഏവ സമവനീയന്തെ സഹ ഉച്ഛായതി ആത്മാ യതി ആത്മാതഃ മൃതഃ ശേതേ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് നാളെ അത് ക്ലിയർ ആക്കാവേ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോ വപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.